ഗൈസ്, അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള പുട്ടും മാമ്പഴവും കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണം. അതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിച്ചു തരുന്നില്ല. ഞാൻ നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കിയിട്ട് ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അറിഞ്ചം പുറിഞ്ചം കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുട്ട് കണ്ടാൽ പിന്നെ എനിക്ക് പഞ്ചസാര കുറച്ച് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പുട്ടൊക്കെ കുറച്ച് പൊടിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ മാങ്ങയുടെ പീസ് നന്നായിട്ട് ഞെരടി അതിനകത്തേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് കഴിച്ച് നോക്കാം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. ചെറിയ പുളിയും മധുരമൊക്കെ കൂടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ പുട്ടും പഴവും കോമ്പിനേഷൻ ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരുമോ എന്നൊന്നും കൂടി ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രൈ ചെയ്യുന്നൊക്കെ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.